ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപയർ വെച്ചിട്ടുള്ളൊരു വടൻ്റെ റെസിപ്പി ആയിട്ടാണ്. സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഐറ്റം തന്നെയാണ് ഇത്. അപ്പോൾ ചെറുപയർ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു വട എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിതാ 1 കപ്പ് ചെറുപയർ കഴുകി വൃത്തിയാക്കിയ ശേഷം രാവിലെ തന്നെ ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിനി. ഇപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്ന. ഒരു 4-5 മണിക്കൂറെങ്കിലും ഒന്ന് കുതിരാനായിട്ട് വെക്കാം. അതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞ ശേഷം പയർ മാത്രം ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നല്ലോണം ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കരുത് കേട്ടോ. ചെറിയ ഇടയ്ക്ക് ഇങ്ങനെ ചെറുതൊക്കെ ഇങ്ങനെ കടിക്കാൻ വേണ്ടി കിട്ടണം. അങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഒന്ന് വെച്ച് നമുക്ക് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ചെറുപയറാണ്, അപ്പോൾ നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാവും നേരെ ക്രഷ് ആയില്ലെങ്കിലും. അപ്പോൾ ഓവർ പേസ്റ്റും അല്ല, എന്നാലും കഷ്ണം ആ രീതിയിലല്ല, രണ്ടിൻ്റെ ഇടയിലായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെറിയൊരു തരിതരിപ്പോട് കൂടി. അതിന് ശേഷം ഇതിലേക്ക് ഒരു സവാളൻ്റെ പകുതി ചെറുതായി കട്ടാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൽ കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല എരിവുണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എരിവ് കുറച്ചാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി മതി. അത്ര മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ നിറച്ചും വേണ്ട, അതിൽ കുറച്ച് കുറവായിട്ട് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് അരിപ്പൊടി ഇട്ടിട്ട് നമുക്ക് ആദ്യം ഒന്ന് കുഴച്ച് വെക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2-3 ടീസ്പൂൺ വരെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അരിപ്പൊടി തന്നെ ഒരു മുന്നിൽ വന്ന് കൂട്ടാം അതിൻ്റെ ഒരു ടേസ്റ്റ്. നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ പാകത്തിലാകണം. അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ചെറുപയർ വെള്ളമൊന്നുമില്ലാതെ ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു 2 ടീസ്പൂണ് അരിപ്പൊടി തന്നെ ധാരാളമാണ് കേട്ടോ. പിന്നെ ചെറിയ ടൈപ്പ് കറിവേപ്പിലായതുകൊണ്ട് ഞാനങ്ങനെ മുതുമനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്ത്. വലുതാണെങ്കിൽ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിവേപ്പിലെല്ലാം എന്തായാലും ഇട്ട് കൊടുക്കണം. അതെല്ലാം നമ്മൾ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണം രുചിയൊക്കെ കിട്ടുക. ഇതുപോലെ എന്നിട്ട് നമുക്ക് ഉരുട്ടിയിട്ട് പരിപ്പ് വടേൻ്റെ ഷേപ്പിലാക്കിയിട്ടൊന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉരുട്ടുമ്പോൾ പൊടിഞ്ഞു പോകാതെ നല്ല രീതിയിൽ ഉറച്ച് കിട്ടണം. നമ്മൾ സാധാരണ പരിപ്പ് വടക്ക് ചെയ്യുന്നില്ലേ, ആ രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാം ചെയ്യാം. അപ്പോൾ അതെല്ലാം ഞാനിവിടെ പരിപ്പ് വടേൻ്റെ ആ ഒരു ഷേപ്പിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വലിയ ബോൾസായിട്ട് ചെയ്യുന്നതാണെങ്കിൽ കുറച്ച് കിട്ടും, ചെറിയ ബോൾസാണെങ്കിൽ കുറേ കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലോട്ടേക്ക് ഇതിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഉള്ളു വെന്ത് കിട്ടൂല. ഉള്ളു ചെറുപയറിൻ്റെ ആ ഒരു പച്ചമണം തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല, വിചാരത്ത് അത്ര ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ ഉള്ളൊക്കെ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ഐറ്റംസും ചേർക്കാനായിട്ട് നോക്കാട്ടെ. ഞാൻ ചേർത്ത എല്ലാ മസാലപ്പൊടികളൊക്കെ ചേർക്കാം. എന്നിട്ട് നമുക്ക് ഒരു സൈഡായിട്ടാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളെ പയർവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാണല്ലോ ഇത് മൊരിച്ചെടുത്തത്, അതുകൊണ്ട് ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പലഹാരം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ചെറുപയറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടമാവും കേട്ടോ. ഇത് ചെറുപയറിൻ്റെ ആ ഒരു മണം വരുമോ അങ്ങനത്തെ ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ പുറമെ നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഇത് ചൂടോട് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കല്ലേ.
അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.